4-4-2 മാറുന്നു. സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ ഫോർമേഷനിലേക്ക്. എതിരാളികൾ ദുർബലർ. ബ്ലാസ്റ്റേഴ്സിനും സ്റ്റാരയ്ക്കും കാര്യങ്ങൾ അനുകൂലം. ഈസ്റ്റ് ബംഗാളിന്റെ റഡാറിൽ ബ്ലാസ്റ്റേഴ്സ് താരം. ആശങ്ക നൽകി പുതിയ അപ്ഡേറ്റ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 3 സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുഗോമനോവിച്ചിന്റെ കീഴിൽ 4-4-2 എന്ന ഫോർമേഷനിലാണ് പ്രധാനമായും ഇറങ്ങിയത്. എന്നാൽ മൈക്കേൽ സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പുതിയ ഫോർമേഷനിലേക്ക് മാറുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പട്ടായ യൂണൈറ്റഡിനെതിരെയുടെ പ്രീ സീസൺ മത്സരത്തിൽ സ്റ്റാറയുടെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് 4-3-3 എന്ന ഫോർമേഷനിലാണെന്ന് വിവരം. 4 പ്രതിരോധ താരങ്ങൾക്കൊപ്പം 3 ഹോൾഡിംഗ് മിഡ് ഫീൽഡർമാരും 3 മുന്നേറ്റ താരങ്ങളും അടങ്ങുന്ന രീതിയിലുള്ള ഫോർമേഷനാണ് സ്റ്റാറെ പട്ടായക്കെതിരെയുള്ള 2 പകുതികളുമായി ഇറക്കിയത്. അതിനാൽ ഡ്യൂറന്റ് കപ്പിൽ പഞ്ചാബിന് പുൾ സ്ക്വാഡിനെ ഇറക്കാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ഇനി പുൾ സ്ക്വാഡിനെ ഇറക്കിയാൽ തന്നെ ഒത്തൊരുമയോടെ കളിക്കാൻ അവർക്ക് ആദ്യഘട്ടത്തിൽ സാധിച്ചേക്കില്ല. സ്റ്റാറയുടെ മുൻകണക്കുകൾ പരിശോധിക്കുമ്പോൾ അവസാന 25 മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ കളത്തിലിറക്കിയപ്പോൾ അതിൽ 22 മത്സരത്തിൽ 3-4-3 എന്ന ഫോർമേഷന് അദ്ദേഹം 4-3-3 എന്ന ഫോർമേഷൻ ഉപയോഗിച്ചത്. പുതിയ പരിശീലകൻ മൈക്കേൽ സ്റ്റാറയുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യ ദൗത്യം ഡ്യൂറന്റ് കപ്പാണ്. ജൂലൈ 27-നാണ് ഡ്യൂറന്റ് കപ്പിന്റെ തുടക്കം. മുംബൈ CITFC, പഞ്ചാബ് FC, CISF പ്രൊട്ടക്ടേഴ്സ് എന്നിവരോടൊപ്പം ഗ്രൂപ്പ് സിയിലാണ് ബ്ലാസ്റ്റേഴ്സ്. 6 ഗ്രൂപ്പിലെയും 1-ാം സ്ഥാനക്കാർക്കും മികച്ച 2 രണ്ടാം സ്ഥാനക്കാർക്കുമാണ് ഡ്യൂറന്റ് കപ്പിലെ ക്വാർട്ടറിന് യോഗ്യത ലഭിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടറിലെത്താൻ സാധിക്കും. കാരണം എതിരാളികളുടെ ദുർബലത തന്നെയാണ് കാരണം. മുംബൈ CITFC തങ്ങളുടെ ബി ടീമിനെയാണ് ഡ്യൂറന്റ് കപ്പിലിറക്കുക. ആഗസ്റ്റിൽ സാഫ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് മുംബൈ ബി ടീമിനെ ഡ്യൂറന്റ് കപ്പിലിറക്കാൻ കാരണം. മറ്റൊരു എതിരാളികളായ പഞ്ചാബ് FC മെയിൻ ടീമിനെയാണോ ബി ടീമിനെയാണോ ഡ്യൂറന്റ് കപ്പിലിറക്കുക എന്ന കാര്യം വ്യക്തമായിട്ടില്ലെങ്കിലും പഞ്ചാബ് ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് ഭീഷണിയാകില്ല. പുതിയ പരിശീലകന്റെ കീഴിലാണ് പഞ്ചാബ് ഇറങ്ങുന്നത് എന്ന് മാത്രമല്ല, ഇതുവരെ വിദേശ സൈനിങ്ങുകൾ നടത്താൻ പഞ്ചാബിനായിട്ടില്ല. അതിനാൽ ഡ്യൂറന്റ് കപ്പിൽ പഞ്ചാബിന് പുൾ സ്ക്വാഡിനെ ഇറക്കാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ഇനി പുൾ സ്ക്വാഡിനെ ഇറക്കിയാൽ തന്നെ ഒത്തൊരുമയോടെ കളിക്കാൻ അവർക്ക് ആദ്യഘട്ടത്തിൽ സാധിച്ചേക്കില്ല. പിന്നെയുള്ളത് CISF പ്രൊട്ടക്ടേഴ്സ് ആണ്. വലിയ താരങ്ങളില്ലാത്ത CISF ബ്ലാസ്റ്റേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുർബലരാണ്. അതിനാൽ ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാണ്. ഈ അനുകൂല ഘടകം മുതലാക്കാൻ കൂടി ബ്ലാസ്റ്റേഴ്സിന് സാധിക്കണമെന്ന് മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്ക നൽകുന്ന 2 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത സീസണിൽ ക്ലബ്ബിൽ തുടരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന ജീക്സൺ സിംഗിന്റെ കാര്യത്തിലാണ് ഈ അപ്ഡേറ്റുകൾ. പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ ആശിഷ് നെഗിയുടേതാണ് ഈ റിപ്പോർട്ട് എന്നതിനാൽ ആരാധകർക്ക് ഈ റിപ്പോർട്ട് തള്ളിക്കളയാനാവില്ല. ഈസ്റ്റ് ബംഗാളിന്റെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്കുള്ള പ്രഥമ പരിഗണനയിലുള്ള താരമാണ് ജീക്സൺ സിംഗ് എന്നാണ് ആദ്യ അപ്ഡേറ്റ്. ജീക്സനെ നല്ല വില ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുമെന്ന് മാർക്കസ് മെർഗുല്ലോ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഈ ഘട്ടത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ജീക്സനെ നോട്ടമിട്ടിരിക്കുന്നത് എന്നത് ആരാധകർക്ക് വലിയ ആശങ്ക നൽകുന്നു. ഈസ്റ്റ് ബംഗാൾ മാത്രമല്ല, മോഹൻ ബഗാനും താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. നിലവിൽ അവരുടെ ഇന്ത്യൻ പ്രതിരോധ താരം അൻവർ അലി അടുത്ത സീസണിൽ അവർക്കൊപ്പം തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ അൻവർ അലിയെ നഷ്ടമായാൽ മധ്യനിരയിലേക്ക് ജീക്സനെ അവർ ശ്രമിക്കുമെന്നാണ് ആശിഷ് നെഗിയുടെ മറ്റൊരു അപ്ഡേറ്റ്. ഏതായാലും ജീക്സന്റെ കാര്യം ഇപ്പോഴും ഡേഞ്ചർ സോണിലാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിക്കുന്ന താരം ഇതുവരെ പുതിയ കരാർ ഒപ്പിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് താരം ഫ്രീ ഏജന്റാവുന്നതിന് മുമ്പുള്ള അവസാന ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരത്തെ വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുന്നത്. ജീക്സൺ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കരാറിൽ ഒപ്പിട്ടാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ജീക്സന്റെ കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കും. കൂടുതൽ കായിക വാർത്തകളായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.